എൻ കൈകളെ സമർപ്പിക്കുന്നേ. സേവയ്ക്കായി എൻ ജീവനെയും കാൽകൾ ഓടട്ടെ നിൻ പാതെ ചേരട്ടെ എൻ ചിന്ത തിരുരാജ്യവ്യാപ്തിക്കായി. കാൽകൾ ഓടട്ടെ നിൻ പാതെ ചേരട്ടെ എൻ ചിന്ത തിരുരാജ്യവ്യാപ്തിക്കായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 8-ാം സങ്കീർത്തനം 6-ാം വാക്യം. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സർവാധികാരത്തെ പ്രഖ്യാപിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ ദൈവബന്ധത്തിലൂടെ മാനുഷിക അധികാരത്തെയും പ്രസ്താവിക്കുന്നു. ദൈവം സൃഷ്ടിച്ച സകലത്തിനും അധിപതിയാക്കി മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. ഈ അധികാരം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനും ദൈവത്തിൻ്റെ സഹപ്രവർത്തകനാകുവാനുമുള്ള നിയോഗമാണ്. എന്നാൽ മനുഷ്യനെ അധിപതിയാക്കി എന്ന വാക്ക് തെറ്റിദ്ധരിച്ച് മനുഷ്യൻ ഇന്ന് ഭൂമിയെ തന്നെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. ദൈവത്തെ സ്തുതിക്കുന്ന സമൂഹം ഭൂമിയെ കരുതുന്ന സമൂഹമായി മാറ്റപ്പെടണം. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടികളെ ഓരോന്നായി കാൽക്കീഴാക്കുമ്പോൾ സൃഷ്ടിതാവിനെ മറന്ന് സ്വയത്തിൽ അഹങ്കരിച്ച് ജീവിക്കുന്നതാണ് ഇന്നത്തെ പല പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമായി തീരുന്നത്. പ്രിയ സ്നേഹിതരെ, മനുഷ്യനെ ദൈവസൃഷ്ടിയുടെ മകനുമായി കണ്ടെങ്കിൽ നാം ദൈവസൃഷ്ടിയുടെ സംരക്ഷകരും പരിപാലകരുമായി മാറ്റപ്പെടണം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സൃഷ്ടിയുടെ സംരക്ഷകനാകുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.